प्यारे बच्चों, आप सभी को मेरा प्यार भरा नमस्कार। आज हम 6वीं पाठ संशोधित कर सकते हैं। Children, all of you take your textbook. Today we can revise the 6th lesson. Kalu Bhalu. All of you take your textbook. കാലു ഭാലു എന്ന പാഠത്തിൽ നമുക്ക് ഊവിൻ്റെ ചിഹ്നമാണ്. ഊ എന്ന അക്ഷരത്തിൻ്റെ സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് പഠിക്കാനുള്ളത്. എല്ലാവരും പുസ്തകം എടുക്കുക. പേജ് നമ്പർ 33 എടുക്കുക. പേജ് നമ്പർ 33. ഫസ്റ്റ് നട്ട് ഖട്ട് ശബ്ദാർത്ഥമാണ്. വേർഡ് മീനിങ്സ് നട്ട് ഖട്ട് എഴുതിയിരിക്കുന്നത് നോക്കി. നാ ട ഖ ട. നട്ട് ഖട്ട്. നട്ട് ഖട്ട്. നോട്ടി കുസൃതി. NAUGHTY നോട്ടി. നട്ട്ഖട്ട് നോട്ടി. സെക്കൻഡ് വേർഡ് ഭാലു. ഭാലു ബെയർ. ഭാലു ബെയർ. BEAR ഭാലു. ലൈക്ക് ഊവിൻ്റെ ചിഹ്നമാണ് ഭാലു ബെയർ. നെക്സ്റ്റ് വൺ ഡമരു. ഡമരു എ കൈൻഡ് ഓഫ് സ്മോൾ ഡ്രം. നിങ്ങൾ ഡ്രം എന്ന് മാത്രം എഴുതിയാൽ മതി. ഡമരു ഡ്രം. ഡമരു ഡ്രം. മൂലി. മൂലി റാഡിഷ്. മൂലി റാഡിഷ്. റാഡിഷ് ഒരു വെജിറ്റബിളാണ്. മൂലി റാഡിഷ്. നെക്സ്റ്റ് പഠിയേ ഓർ സമझिए. റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. രാ പ്ലസ് ജ പ്ലസ് ഉ. ജ പ്ലസ് ഉ രാജു. രാജു. ജയുടെ കൂട്ടത്തിലാണ് ഊവിൻ്റെ ചിഹ്നം വന്നിരിക്കുന്നത്. രാജു. നെക്സ്റ്റ് ഭ പ്ലസ് ല പ്ലസ് ഉ ഭാലു. ഛ പ്ലസ് ഉ ഛു പ്ലസ് മാ ഛു. എപ്പോഴും നോക്കിക്കോണം, ഹൽച്ചിഹ്നമുള്ള അക്ഷരത്തിൻ്റെ കൂട്ടത്തിൽ ആണ് ഊ ഇട്ടിരിക്കുന്നതെങ്കിൽ അതിനാണ് ഊവിൻ്റെ ചിഹ്നം കൊടുക്കേണ്ടത് കേട്ടോ. ഛ പ്ലസ് ഛായ്ക്ക് ഹൽച്ചിഹ്നമുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഊ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതക്ഷരത്തിനെ കൊടുക്കേണ്ടത്? ആ ഹൽച്ചിഹ്നം ഏതക്ഷരത്തിനാണോ ഇട്ടിരിക്കുന്നത് അതിനാണ് ഊവിൻ്റെ ചിഹ്നം കൊടുക്കേണ്ടത്. ഛ പ്ലസ് ഉ ഛു പ്ലസ് മ ഛു. മ പ്ലസ് ഉ മൂ പ്ലസ് ലി മൂലി. ഖ പ്ലസ് ഉ ഖൂ പ്ലസ് മ ഖൂം. ഡ പ്ലസ് മ പ്ലസ് ര പ്ലസ് ഉ ഡമരു. നെക്സ്റ്റ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് ചേർത്ത് എഴുതാനായിട്ട്. ഖ പ്ലസ് ജ പ്ലസ് ഉ കി മാത്ര പ്ലസ് ര ഖജൂർ. ബ പ്ലസ് ബ പ്ലസ് സിമ്പിൾ ഓഫ് ഉ പ്ലസ് ല ബബൂൽ. നെക്സ്റ്റ് വൺ ഭ പ്ലസ് ഉ കി ഉ സിമ്പിൾ ഓഫ് ഉ പ്ലസ് ല പ്ലസ് ന ഭൂൽന. സ പ്ലസ് സിമ്പിൾ ഓഫ് ഉ പ്ലസ് ര പ്ലസ് ത സൂറത്ത്. ക പ്ലസ് സ പ്ലസ് ര പ്ലസ് ര സിമ്പിൾ ഓഫ് ഉ പ്ലസ് ര കസൂർ. ഘ പ്ലസ് സിമ്പിൾ ഓഫ് ഉ പ്ലസ് മ പ്ലസ് ന ഘൂംന. नेक्स्ट वन चित्रों का सही शब्दों से मिलान कीजिए. मैच द पिक्चേഴ്സ് വിത്ത് ദ കറക്റ്റ് വേർഡ്സ്. ഫസ്റ്റ് ഒരു പംകിൻ്റെ ചിത്രമാണ്. മത്തങ്ങ അല്ലേ? മത്തങ്ങയുടെ വാക്ക് ഖർബൂജ. ഖർബൂജ പംകിൻ. ഖർബൂജ. നെക്സ്റ്റ് വൺ അല്ലെങ്കിൽ മെല്ലൺ. നെക്സ്റ്റ് വൺ ഒരു ഫ്ലവറിൻ്റെ ചിത്രമാണ്. ഫ്ലവറിന് നമ്മൾ ഇപ്പം നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ വാക്ക് ഫൂൽ. ഫ്ലവർ ഫൂൽ. നെക്സ്റ്റ് വൺ ഒരു സപ്പോട്ട എന്ന് പറയുന്ന ചിക്കു ഫ്രൂട്ടില്ലേ, ചിക്കു ഫ്രൂട്ടിൻ്റെ ചിത്രമാണ്. ചീക്കു. ചീക്കു സപ്പോട്ട. ഒരു എന്താ സ്കിൻ ചോക്ലേറ്റ് കളറിലിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ചീക്കു. നെക്സ്റ്റ് വൺ മിൽക്കാണ്. മിൽക്കിന് ദൂത്ത്. 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 അപ്പം ഒന്നുകൂടെ പറയാം. പംകിൻ ഖർബൂജ. പംകിൻ ഖർബൂജ. ഫൂൽ ഫ്ലവർ. ഫൂൽ ഫ്ലവർ. ചീക്കു ചിക്കു ഫ്രൂട്ട്. നെക്സ്റ്റ് ദൂത്ത് मिल्क. दूध मिल्क. नेक्स्ट वन दिए गए शब्दों में सही स्थान पर ऊ की मात्रा लगाइए. इंसर्ट सिंबल ऑफ ऊ एट द राइट प्लेस ऑफ इन द
വേർഡ്സ് ഗിവൺ ബിലോ. നിങ്ങൾ ഈ വേർഡ് നന്നായിട്ട് വായിച്ച് നോക്കണം. നല്ലതായിട്ട് വായിക്കുമ്പോൾ ഈ അക്ഷരം കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് അക്ഷരത്തിനാണ് ഊവിൻ്റെ സിമ്പൽ കൊടുക്കുന്നതെന്ന് മനസ്സിലാകും. ഫസ്റ്റ് ഛല എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് വായിച്ച് പഠിക്കേണ്ടത് ചൂല ചൂല ചൂല. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സാം ടൈമിൽ ഛായും ലായും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ മനസ്സിലാകും ചൂല എന്നുള്ള വേർഡാണിത്. ഇപ്പം ജായ്ക്ക് വേണം ഊവിൻ്റെ സിമ്പൽ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് വരും. അതുകൊണ്ടാണിത് ഒരു പല പ്രാവശ്യം ഒരു 10 ടൈംസ് ഇന്ന് തന്നെ അത് റീഡ് ചെയ്യണം. ഓക്കെ, ചൂല. നെക്സ്റ്റ് വൺ പൂജ പൂജ. അപ്പോൾ പായ്ക്കാണ് ഊവിൻ്റെ സിമ്പൽ കൊടുത്തിരിക്കുന്നത് പൂജ. നെക്സ്റ്റ് വൺ ചൂടി. ചായക്കാണ് ഊവിൻ്റെ സിമ്പൽ കൊടുത്ത് ചൂടി. ബൂട്ട 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 മീൻസ് ഓൾഡ് മാൻ കേട്ടോ. ചാടു ചാടു മീൻസ് ബ്രൂം, നമ്മുടെ ചൂലില്ലേ, ചൂലിന് പറയുന്ന ചാടു. നെക്സ്റ്റ് വൺ ആലു ആലു പൊട്ടറ്റോ. നെക്സ്റ്റ് വൺ ഭൂക്ക ഭൂക്ക മീൻസ് ഹംഗ്രി, വിശപ്പിനാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ കാജു കാജു മീൻസ് കാഷ്യൂനട്ട്, കശുവണ്ടിയില്ലേ, കശുവണ്ടിക്കാണ് കാജു. നെക്സ്റ്റ് വൺ മസ്ബൂർ മസ്ബൂർ മീൻസ് കമ്പൽഡ്, നിർബന്ധിക്കുന്നതിനാണ് മസ്ബൂർ എന്ന് പറയുന്നത്, മജ്ബൂർ. നെക്സ്റ്റ് വൺ കർത്തൂതാണ്, കർത്തൂത് കർത്തൂത് കരത്തൂത്. തായ്ക്കാണ് ഊവിൻ്റെ ചിഹ്നം, ആദ്യത്തെ തായ്ക്ക് ഊവിൻ്റെ ചിഹ്നം കൊടുക്കണം. കർത്തൂത് മീൻസ് ഈ ഹാൻഡി വർക്ക്സിനാണ് പറയുന്നത്. കരകൗശല സാധനങ്ങളിൽ കൈകൊണ്ട് ഓരോരുത്തർ ചിരട്ട കൊണ്ടും മണ്ണും കൊണ്ടും ഒക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കില്ലേ, കളിമണ്ണ് കൊണ്ടൊക്കെ, അങ്ങനെ ഉണ്ടാക്കുന്ന ആ വസ്തുക്കൾക്കാണ് കർത്തൂത് എന്ന് പറയുന്നത്, ഹാൻഡി വർക്ക്സ്. നെക്സ്റ്റ് വൺ രാജദൂത് രാജദൂത് മീൻസ് അംബാസഡർ. കാരണം നമ്മുടെ രാജ്യത്തു നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് വിദേശത്തേക്ക് നമ്മൾ അയക്കുന്ന ആളിനെയാണ് അംബാസഡർ എന്ന് പറയുന്നത്, രാജദൂത്. മെസ്സഞ്ചറാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ മെസ്സഞ്ചർ, രാജദൂത്. നെക്സ്റ്റ് ശഖദൂത് ശഖദൂത് ഷഹദൂത് ശഖദൂത് മീൻസ് മൽബറി, ശഖദൂത് മൽബറി. അത് നന്നായിട്ട് വായിക്കുക, നല്ലപോലെ ഒരു 5 ടൈംസ് ഓർ 10 ടൈംസ് നിങ്ങൾ വായിച്ച് കഴിയുമ്പോൾ ആ വേർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഊവിൻ്റെ ചിഹ്നം എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാകും. നെക്സ്റ്റ് വൺ എല്ലാ പാഠത്തിലും ഉള്ളതുപോലെ സമാൻ ലയവാലെ ശബ്ദ ബനായി മേക്ക് റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് എല്ലാ വാക്കുകളെയും ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന ആ വാക്കുകളെല്ലാം സെൻറ്ററിൽ തന്നിരിക്കുന്ന ന എന്ന് പറയുന്ന അക്ഷരവുമായിട്ട് യോജിപ്പിച്ച് റൈറ്റ് സൈഡിൽ എഴുതാനായിട്ടുണ്ട്. ഡൂബ് പ്ലസ് ന ഡൂബന, കൂഗ് പ്ലസ് ന കൂഗ്ന, ചൂൽ ന ചൂൽന, ചൂസ്ന ഘൂംന. കണ്ടോ, ഡൂബ് ന ഡൂമന, കൂഗ് പ്ലസ് ന കൂഗ്ന, ചൂൽ പ്ലസ് ന ചൂൽന, ചൂസ് പ്ലസ് ന ചൂസ്ന. ചൂസ്ന മീൻസ് സഖ്യ, ഇങ്ങനെ കുടിക്കുന്നതിന് വലിച്ചു കുടിക്കില്ലേ, അതിനാണ് പറയുന്നത് ചൂസ്ന. നമ്മൾ ജ്യൂസൊക്കെ കുടിക്കില്ലേ, അതിന് പറയുന്നത് ചൂസ്ന. ഘൂംന മീൻസ് ഘൂംന, ചുറ്റിക്കറങ്ങുക, വാണ്ടറിങ്, ചുറ്റി നടക്കുന്നതിനാണ് പറയുന്നത്. नेक्स्ट दिए गए चित्रों को देखिए और नाम पूरे कीजिए. लुक एट द पिक्चर्स ആൻഡ് കംപ്ലീറ്റ് ദർ നെയിംസ്. ഫസ്റ്റ് സണ്ണിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. LSUN സൺ. എന്താണ് വേർഡെന്നറിയാമോ? സൂരജ്, സൂരജ്, സൺ. അതിൽ ഫസ്റ്റ് ലെറ്റർ വിട്ടുപോയിരിക്കണം, രജെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളപ്പോൾ ഏതക്ഷരം ഇട്ട് കൊടുക്കും? സൂ എന്നിട്ട് കൊടുക്കണം. സൂ എന്നിട്ട് കൊടുക്കാൻ ആദ്യം സാ എഴുതുക, സായ്ക്ക് ഊവിൻ്റെ സിമ്പൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ സൂരജ്, സൂരജ്. നെക്സ്റ്റ് വൺ വാട്ടർമെലൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. വാട്ടർമെലൻ എന്ന് പറയുന്നത് തർബൂജ്. അപ്പോൾ അതിൽ വിട്ടുപോയ അക്ഷരം ഏതാ? ബൂ എന്ന അക്ഷരമാണ് വിട്ടുപോയിരിക്കുന്നത്. അപ്പോൾ ബാ എഴുതി ഊവിൻ്റെ സിമ്പൽ കൊടുക്കണം, തർബൂജ്. നെക്സ്റ്റ് വൺ ബ്രൂമിൻ്റെ ചിത്രമാണ്. ബ്രൂമിൻ്റെ വേർഡ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ചാടു, ചാടു. അപ്പോൾ വിട്ടുപോയ അക്ഷരം ഡൂ ആണ്, ഡൂ ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ പീജിയൻ. എന്താണ് പീജിയൻ്റെ പേര്? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. കബൂത്തർ, പീജിയൻ. അപ്പം അതിൽ കബൂത്തറിൻ്റെ കായുണ്ട്, തയും രായും ഉണ്ട്. വിട്ടുപോയ അക്ഷരം ബൂ ആണ്, നമ്മളവിടെ ചേർത്ത് കൊടുത്തു. കബൂത്തർ, കബൂത്തർ, പീജിയൻ, കബൂത്തർ. ബൂ എഴുതുന്നത് എങ്ങനെയാണ്? ബാ എഴുതി ഊവിൻ്റെ സിമ്പൽ ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് വൺ റാറ്റിൻ്റെ ചിത്രമാണ്. റാറ്റിന് നമ്മൾ പഠിച്ചിരിക്കുന്നത് ചൂഹ,
ചൂഹ റാറ്റ്. അപ്പോൾ ഹായ് ഉണ്ട് അവിടെ. ഏതക്ഷര വിട്ടുപോയത്? ചൂ. അപ്പോൾ ച എഴുതി ഊവിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കണം. ചൂഹ, ചൂഹ റാറ്റ്. നെക്സ്റ്റ് വൺ ഖജൂർ. ഖജൂർ മീൻസ് ഈന്തപ്പഴമില്ലേ, ഈന്തപ്പഴത്തിനാണ് ഖജൂർ എന്ന് പറയുന്നത്. അവിടെ ഖജൂറിന് ഖായും രായുമുണ്ട്. നടുക്കലത്തെ അക്ഷരമായ ജൂ ഇല്ല. അപ്പോൾ ജാ എഴുതി ഊവിൻ്റെ സിമ്പിൾ കൊടുത്തു. ഖജൂർ. ഖജൂർ മീൻസ് ഡേറ്റ്സ് യാ ഈന്തപ്പഴം. ഓക്കെ. നെക്സ്റ്റ് रू और रू लिख कर शब्द बनाइए. മേക്ക് വേർഡ്സ് ബൈ റൈറ്റിംഗ് रू और रू. അപ്പം ഒരു പസിൽ പോലെ തന്നിരിക്കുകയാണ്. മേക്ക് വേർഡ്സ് ബൈ रू കൊടുത്ത്, അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഗു കൊടുത്തിട്ട് വിട്ടിരിക്കുക. അവിടെ रू കൊടുക്കുമ്പോൾ അവിടെ ഗുരു റുപ്പയ. അപ്പോൾ रू മതി. എന്ന് വേണ്ട. ഗുരു എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്, റൂപ്പയാന്നും അല്ലല്ലോ പറയുന്നത്. അപ്പോൾ അവിടെ യോജിച്ചത് रू ആണ്. ഗുരു റുപ്പയ. നെക്സ്റ്റ് വൺ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. പേരയ്ക്കേക്ക് എന്നാ പഠിച്ചേക്കുന്നത്? അമരൂദ്. അപ്പോൾ അമരൂദ് എന്ന് ഉച്ചരിക്കണമെങ്കിൽ रू എന്ന് വേണം. അതുകൊണ്ട് രൂവിൻ്റെ ചിഹ്നം കൊടുത്തു. പിന്നെ ഒരു സ്കെയിലിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. സ്കെയിലിനാണ് റൂളർ. അപ്പോൾ അമരൂദ്, റൂളർ. നെക്സ്റ്റ് വൺ ഡമരു അല്ലേ, സ്മോൾ ഡ്രമ്മാണ് അവിടെ. ഡമരു, रू കൊടുത്തു. അടുത്തത് രൂഖ മീൻസ് ഡ്രൈ, ഉണങ്ങിയതിനാണ്. അത് സൂഖയാണല്ലോ. രൂഖ വാട്ട് ഈസ് ദ മീനിങ്? രൂഖ മീനിങ് ഈസ് റഫാണ്, പരുക്കനായിട്ടുള്ളത്, റഫ്. നെക്സ്റ്റ് ശുരു മീൻസ് ആരംഭമാണ്. ഒരു പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ശുരു എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റൂമാൽ മീൻസ് കർച്ചീഫ്. പിന്നെ ജംഗലി ജാൻവറോങ്കെ നാം, വൈൽഡ് ആനിമൽസിൻ്റെ പേര് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിനകത്തിലും ചിഹ്നം പഠിച്ചിരിക്കുന്ന വേർഡ്സ് ബാഖ് മാത്രമേ ഉള്ളൂ. ബാഖുണ്ട്, സാഹിയുണ്ട്, ഹാത്തിയുണ്ട്, ഭാലുണ്ട്, ഭാലു ബെയർ. അപ്പോൾ ഹാത്തി എലിഫൻറ്റിൻ്റെ ചിത്രം കണ്ടോ? അത് ഹാത്തി എലിഫൻറ്റ്. നെക്സ്റ്റ് ടൈഗറിൻ്റെ വേർഡാണ് ബാഖ് ടൈഗർ. ഹാത്തി എലിഫൻറ്റ്, ബാഖ് ടൈഗർ, ഭാലു ബെയർ. പിന്നെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന പോർക്കുപെയിൻ, മുള്ളുംപന്നിയുടെ വാക്കുണ്ട്. സാഹി പോർക്കുപെയിൻ. പിന്നെ ജിറാഫ് എഴുതാം. ജിറാഫ് അതിനകത്തിൽ നമ്മൾ പഠിച്ച സിമ്പലുകളാണ് ജിറാഫിന് ജിറാഫ് എന്ന് തന്നെ ഹിന്ദിയിൽ പറഞ്ഞത്. അപ്പം 1 2 3 4 5. ഇനിയുണ്ട് ഗിൽഹരിയുണ്ട്, സ്കുറിൽ. അപ്പം ഏതെങ്കിലും ഒരു 4 വേർഡുകൾ എഴുതാൻ പഠിക്കണം. ഇതെല്ലാം വായിച്ചു പഠിക്കണം. ഷെയർ, ലയൺ. ഇപ്പോൾ ഒരു മൃഗത്തിൻ്റെ പേര് എന്നാണ് ഹിന്ദിയിലെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഷെയർ, ലയൺ, ഹാത്തി എലിഫൻറ്റ്, ബാഖ് ടൈഗർ, ഭാലു ബെയർ, ഭേഡിയ വോൾഫ്, സാഹി പോർക്കുപൈൻ, ഗിൽഹിരി സ്കുറിൽ, ഗേണ്ട റൈനോസറസ്. നെക്സ്റ്റ് മഗർമച്ച്. അതിന് സിമ്പലില്ല, പക്ഷെ കൂട്ടക്ഷരം വരുന്നുണ്ട്, ചായയും കൂടെ. ക്രോക്കഡൈൽ. മഗർമച്ച് മീൻസ് ക്രോക്കഡൈൽ. മഗർ ഓൾസോ കറക്റ്റ്. മഗർ മാത്രം എഴുതിയാലും മതി, മച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മഗർ, ക്രോക്കഡൈൽ. നെക്സ്റ്റ് ലോമഡി മീൻസ് ഫോക്സ് ആണ്. ജിറാഫ്. നേവല മീൻസ് മങ്കൂസ്. ഈ ഉടുമ്പൊക്കെ ഉണ്ടല്ലോ, അതിന് പറയുന്നതാണ് നേവല. നെക്സ്റ്റ് ബന്ദർ, മങ്കി. ബന്ദർ ഈസിയാണ് എഴുതാൻ, പക്ഷേ സിമ്പിൾ പഠിച്ചിട്ടില്ല. ബായുടെ മേളിൽ ഒരു കുത്തിട്ട് കൊടുത്താൽ മതി. ബന്ദർ, മങ്കി. അപ്പം ഇതിൽ നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചിരിക്കുന്നത് ഹാത്തി, ബാഖ്, ഭാലു, സാഹി, ഗിൽഹരി, മഗർമച്ച്, മഗർ, ജിറാഫ്. ഓക്കെ. ഏതെങ്കിലും 4 എണ്ണം എഴുതാനായിട്ടും പഠിച്ചേക്കണം. ജംഗലി ജാൻവറോങ്കെ നാം, വൈൽഡ് ആനിമൽസ്. ചിൽഡ്രൻ, ദിസ് മെച്ചൊളി. ഇത് നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യം ഇന്ന് തന്നെ റിവൈസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ പാഠത്തിന് നമ്മൾ പരീക്ഷ ഇട്ടില്ല. 5ാമത്തെ ബുൾബുൾ എന്നുള്ള പാഠത്തിൻ്റെ ഇട്ടില്ല. അത് മൺഡേ ഇടാം. മിസ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു വെരി മച്ച്.